കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവത്തിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയണം എന്നാണ് ഉയരുന്ന ആവശ്യം. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതക്കുറവിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വീണ്ടും വാർത്തയാകുന്ന പ്രതിഷേധത്തിന് ഇടയാക്കുന്ന സാഹചര്യം എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്? ലക്ഷ്മി, കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഈ നാവിന് ചികിത്സ ചെയ്യുക, അതായത് നാവിന് ശസ്ത്രക്രിയ ചെയ്യുക, അതായത് കൈക്ക് ശസ്ത്രക്രിയ എത്തിയ കുട്ടിയുടെ നാവിനെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വാർത്ത കുടുംബം പരാതിയുമായി ഉയർത്തിയതോടെയാണ് ഇത്തരത്തിൽ ആളുകൾ അറിയുന്നത്. പരാതി ബന്ധപ്പെട്ട അധികൃതർ ഉന്നയിച്ചതോടെ തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ടുള്ള ബിജോൺ ജോൺസ് ആണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ ശസ്ത്രക്രിയ നടത്തിയത്. തുടർന്ന് ആ സമയത്ത് തന്നെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഈ ഡോക്ടർ ഈ ബന്ധുക്കളോട് മാപ്പ് പറഞ്ഞെങ്കിലും അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേസ് നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇത്തരത്തിൽ ഗൗരവപരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവ് വന്നതിനെ തുടർന്ന് തന്നെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഷ്ട്രീയ സംഘടനകളടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. അതായത് ഈ ആരോഗ്യ മേഖല നിരവധി തവണ അടിക്കടി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ നടക്കുന്ന ഒരു മേഖലയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആളുകളുടെ ജീവനെ അത്തരത്തിൽ പുല്ലുവില കൽപ്പിക്കുന്ന തലത്തിലേക്കാണ് ഇത്തരത്തിൽ ആരോഗ്യരംഗം പോകുന്നത് എന്നുള്ള വിമർശനവുമായി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മറുപടി പറയണം, മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെട്ടത്. മാത്രമല്ല കുഞ്ഞിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലുടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടെല്ലാം ഈ K. സുരേന്ദ്രൻ ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കറിയാം ഈ ഹർഷീനയുടെ സംഭവം, അതായത് ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടയ്ക്ക് വയറ്റിൽ അത്തരത്തിൽ കത്രിക കുടുങ്ങി പോകുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. തുടർന്ന് 5 വർഷത്തോളം അത്തരത്തിൽ ഈ കത്രികമായി യുവതിക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എന്നിട്ടും ഇപ്പോഴും നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഹർഷീനയ്ക്കുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തന്റെ തുടർ ചികിത്സയ്ക്കായി ഹർഷീനയ്ക്ക് സമരസമിതിക്ക് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ഈ ചികിത്സാ പിഴവുകൾ പല കുടുംബങ്ങളെയും അത്തരത്തിൽ ദുരിതപൂർണ്ണമാക്കുന്ന ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയെ പീഡനത്തിനിരയാക്കുന്ന സംഭവം, അതിലും നീതി ലഭിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ നിരവധി വിഷയങ്ങൾ, നിരവധി സംഭവങ്ങൾ ഈ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യമന്ത്രിയെ ഈ ഇത്തരത്തിലുള്ള മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് എന്തായാലും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ രാജിവെക്കുന്ന തലത്തിലേക്ക് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉയരുന്നുണ്ട്. പൊതുവെ യുവജന സംഘടനകളടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശസ്ത്രക്രിയ പിഴവ് വന്ന ഡോക്ടറെ എന്തായാലും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും എന്നതിനാണ് ലക്ഷ്മി അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.